കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ ഉൾപ്പെടുന്ന 16,000 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശത്തെ 30 വർഷത്തോളം അടക്കി ഭരിച്ച കാട്ടുരാജാവ് 187 മനുഷ്യരെയും 3000 ആനകളെയും കൊന്നു തള്ളിയ ക്രൂരത. ഒരു കാലത്ത് വനം കൊള്ളയുടെ പര്യായമായിരുന്നു വീരപ്പൻ എന്ന നാമം. സത്യമംഗലം കാടുകളെ വിറപ്പിച്ച ആ ഭീകരത ഭരണകൂടങ്ങൾക്കും തീരാത്ത തലവേദനയായത് ചരിത്രം. ഇന്ത്യയിൽ ഒരു കൊള്ളക്കാരനെ പിടികൂടാനായി ഏറ്റവും കൂടുതൽ പണം മുടക്കിയതും വീരപ്പനെ തളയ്ക്കാനായിരുന്നു. തന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നവരെയും എതിരായി നിന്നവരെയും ഒറ്റിയവരെയും കൊന്നൊടുക്കാൻ വീരപ്പന് മടിയുണ്ടായിരുന്നില്ല. കാട്ടിൽ ശബ്ദമില്ലാതെ എങ്ങനെ സഞ്ചരിക്കാമെന്ന് വീരപ്പൻ അറിയാം. കാട്ടിലെ ഓരോ ജീവിയുടെയും ശബ്ദം അനുകരിക്കാനും അദ്ദേഹത്തിന് മിടുക്കുണ്ടായിരുന്നു. ചന്ദനമരം കടത്ത്, ആനക്കൊമ്പ് കടത്ത്, മനുഷ്യക്കടത്ത് എന്നിങ്ങനെ വിവിധ കുറ്റകൃത്യങ്ങളിലൂടെ വീരപ്പൻ നടന്നു കയറിയത് കുപ്രസിദ്ധിയുടെ ഉയരങ്ങളിലായിരുന്നു. സത്യമംഗലം ഗജനൂർ ഫാം ഹൗസിൽ നിന്ന് കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി. സത്യമംഗലം വനത്തിലെ ഫോറസ്റ്റ് ഓഫീസറായ ചിദംബരനാഥനെ ക്രൂരമായി കൊലപ്പെടുത്തി. കർണാടക മന്ത്രി നാഗപ്പയെയും തട്ടിക്കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹത്തെ വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വീരപ്പനെതിരെ രജിസ്റ്റർ ചെയ്ത 184 കേസുകളിൽ 99 കേസുകൾ തമിഴ്നാട്ടിലായിരുന്നു. 2000 ജൂലൈ 30 സത്യമംഗലം ഗജനൂർ ഫാം ഹൗസിൽ നിന്ന് കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി. രാജ്കുമാറിനെ വിട്ടയക്കാൻ വലിയ തുക മോചനദ്രവ്യമായി നൽകണമെന്നും കർണാടക ജയിലിൽ കഴിയുന്ന തന്റെ 50ഓളം വരുന്ന ആളുകളെ വെറുതെ വിടണമെന്നും വീരപ്പൻ ആവശ്യപ്പെട്ടു. ഇരു മുഖ്യമന്ത്രിമാരും തമ്മിലുള്ള ചർച്ചയിൽ ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. വീരപ്പനോട് ചർച്ച നടത്താൻ ഒരു മധ്യസ്ഥനെ കണ്ടെത്തുക. ഈ അന്വേഷണം ചെന്നെത്തിയതാവട്ടെ തമിഴ്നാട് ബൈവീക്കിലിയായ നക്കീരൻ മാഗസിൻ എഡിറ്റർ RR ഗോപാൽ എന്ന നക്കീരൻ ഗോപാലിന്റെ അടുക്കൽ. 10 ദിവസത്തോളം നീണ്ട തിരച്ചിലിനിടയിലാണ് നക്കീരൻ ഗോപാലിന് വീരപ്പന്റെ ഒളിത്താവളത്തിലേക്കുള്ള മാർഗം തെളിഞ്ഞത്. സത്യമംഗലം കാട്ടിൽ വീരപ്പനെ സന്ദർശിച്ച് തിരിച്ചിറങ്ങിയ നക്കീരന്റെ കൈവശം ഒരു വീഡിയോ കാസറ്റ് കൂടി വീരപ്പൻ കൊടുത്തയച്ചു. വീരപ്പൻ ആവശ്യപ്പെട്ട 5 കോടി രൂപ നൽകുന്നതിൽ കർണാടക സർക്കാരിന് വൈമുഖ്യമില്ലായിരുന്നു. രാജ്കുമാറിന്റെ കുടുംബം 2 കോടിയും ചലച്ചിത്ര മേഖല 3 കോടിയും ശേഖരിച്ച് നക്കീരന്റെ കൈവശം കൊടുത്തുവിട്ടു. കർണാടക മുഖ്യമന്ത്രി നാഗപ്പയെ തട്ടിക്കൊണ്ടുപോയതോടെ വീരപ്പനെ പിടികൂടാനുള്ള ഓപ്പറേഷൻ കൊക്കൂൺ ദൗത്യം ശക്തി പ്രാപിച്ചു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ മേധാവിയായ മലയാളി IPS ഓഫീസർ K വിജയകുമാർ ആയിരുന്നു. വീരപ്പന്റെ കണ്ണിന് തകരാറുണ്ടെന്ന വിവരം ദൗത്യ സംഘത്തിന് ലഭിച്ചു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ വീരപ്പനെ അലട്ടുന്നതായും വിവരം ലഭിച്ചു. ഈ അവസരം ഉപയോഗിക്കാൻ ദൗത്യ സംഘം തീരുമാനിച്ചു. പോലീസ് സംഘത്തിൽ നിന്നുള്ള ചിലർ വീരപ്പന്റെ സംഘത്തിൽ കടന്നു കയറിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലുള്ള പാപ്പിരപ്പട്ടി ഗ്രാമത്തിലുള്ള ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുവാനായി വീരപ്പൻ ആംബുലൻസിൽ വന്നു കയറി. ആ സമയം 35 അംഗ പോലീസ് സേനയും മറ്റു സുരക്ഷാ സൈനികരും ഗ്രാമത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടെ വീരപ്പനെയും സംഘത്തെയും ദൗത്യ സംഘം വളഞ്ഞു. കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും വീരപ്പനും കൂട്ടാളികളും അതിനൊരുക്കമായിരുന്നില്ല. പോലീസിന് നേർക്ക് അവർ വെടിയുതിർത്തതോടെ തിരിച്ചും വെടിവെപ്പുണ്ടായി. ഒടുവിൽ ദൗത്യ സംഘത്തിന്റെ ആക്രമണത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ വീരപ്പൻ വെടിയേറ്റു മരിച്ചു വീഴുകയായിരുന്നു.